നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലുകൾ അവസാനിച്ചിരിക്കുന്നു. സെമി ഫൈനൽ ലൈനപ്പ് തീരുമാനമായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഫിഫ അതിൻ്റെ പവർ റാങ്കിങ്ങുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന അറ്റാക്കിംഗ് സെക്ഷനിലുള്ള അറ്റാക്കിംഗ് വിഭാഗത്തിലുള്ള പവർ റാങ്കിങ്ങിൽ പ്രധാനമായിട്ടും ലിയണൽ മെസ്സി, അർജൻറ്റീനിയൻ ഇതിഹാസ താരം, അവരുടെ ക്യാപ്റ്റൻ ലിയണൽ മെസ്സി താഴേക്ക് വന്നിരിക്കുന്നു ആ പവർ റാങ്കിങ്ങിൽ. അതാണ് ഈ പവർ റാങ്കിങ്ങിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നിയത്. പ്ലെയർ അറ്റാക്കിംഗ് പെർഫോമൻസസിൽ കിലിയൻ എംബാപ്പെ ഒന്നാമത് തന്നെയാണ്. നേരത്തെയും അദ്ദേഹം ഒന്നാമത് തന്നെ ആയിരുന്നു, ഇപ്പോഴും അദ്ദേഹം ഒന്നാമത് തന്നെയാണ്. അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 8.97. അതേസമയം നേരത്തെ ലയണൽ മെസ്സി തൊട്ടു മുമ്പ് പുറത്തുവിട്ടിരുന്ന പവർ റാങ്കിങ്ങിൽ രണ്ടാമതായിരുന്നു. പക്ഷെ അദ്ദേഹം ഇത്തവണ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അപ്പോൾ 2-ാം സ്ഥാനത്ത് ആരാണ് വന്നത്? ജൂഡ് ബെല്ലിംഗ്ഹാം. ഇംഗ്ലണ്ടിൻ്റെ നോർവേക്കെതിരെ ഇരട്ട ഗോളടിച്ചതോടുകൂടിയാണ് ജൂഡ് ബെല്ലിംഗ്ഹാം 2-ാം സ്ഥാനത്തേക്ക് കയറി വന്നിരിക്കുന്നത്. ജൂഡ് ബെല്ലിംഗ്ഹാമിന് കിട്ടിയ പോയിന്റ് എന്ന് പറയുന്നത് 8.25. പിന്നീട് 3-ാം സ്ഥാനത്തേക്ക് വീണ മെസ്സിക്ക് കിട്ടിയത് 8.07. അതിന് പ്രധാന കാരണം അദ്ദേഹം സ്വിറ്റ്സർലൻഡിനെതിരെ ഗോളടിച്ചില്ല എന്നുള്ളതാണ്. ഈ ലോകകപ്പിൽ ആദ്യമായിട്ട് ഇത്രയും മത്സരങ്ങൾക്കിടയിൽ 6 മത്സരങ്ങൾ കളിച്ചു. തുടർച്ചയായി 5 അദ്ദേഹം ഗോളടിച്ചിരുന്നു. 6-ാമത്തെ മത്സരം സ്വിറ്റ്സർലൻഡിനെതിരെ അദ്ദേഹത്തിന് ഗോളടിക്കാൻ കഴിഞ്ഞില്ല. അത് ഈ പവർ റാങ്കിങ്ങിൽ, അറ്റാക്കിംഗ് പവർ റാങ്കിങ്ങിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയത് 8.07. അദ്ദേഹം 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ഈ പവർ റാങ്കിങ്ങിൽ ആദ്യത്തെ 3 നമ്മൾ നോക്കുന്നത്. പിന്നെയും ഉണ്ട് കുറേ, പക്ഷെ നമുക്ക് ഈ 3 നോക്കുമ്പോൾ തന്നെ കൃത്യമാണ്. കിലിയൻ എംബാപ്പെ മൊറോക്കോക്കെതിരെ കളിച്ച ഒരു കളി, അദ്ദേഹം ആദ്യ ഗോളടിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ പവർ റാങ്കിങ്ങിൽ വ്യത്യാസം വന്നില്ല. അതേസമയം ബെല്ലിംഗ്ഹാം ഇരട്ട ഗോളടിച്ചു നോർവേക്കെതിരെ, അദ്ദേഹം കയറി വന്നു. 6-ാം സ്ഥാനത്തായിരുന്നു. 4 സ്ഥാനം കയറി 2-ാം സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നു. നേരത്തെ മെസ്സി 2-ാം സ്ഥാനത്തായിരുന്നു. മെസ്സി സ്വിറ്റ്സർലൻഡിനെതിരെ ഗോളടിച്ചില്ല, 3-ാം സ്ഥാനത്തേക്ക് വീണു. അതാണ് നിലവിൽ പവർ റാങ്കിങ്ങിൻ്റെ ഒരു അറ്റാക്കിംഗ് വിഭാഗത്തിലെ പവർ റാങ്കിങ്ങിൻ്റെ ഒരവസ്ഥ.